Hello my dears, the second part of the chapter. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷെല്ലുകളെ കുറിച്ചിട്ട് സബ് ഷെല്ലുകളെ കുറിച്ചൊക്കെ പറഞ്ഞൂല്ലേ. നമ്മൾക്ക് ഷെല്ലുകളുണ്ട്, കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ, ഇങ്ങനെയാണ് നമ്മൾ ഷെല്ലുകളിവിടെ കാണാം. ഓക്കെ, അപ്പോൾ കെ ഷെല്ലിൽ എത്ര, എൽ ഷെല്ലിൽ എത്ര, എം ഷെല്ലിൽ എത്ര ആൾക്കാരെയാണ് നമ്മൾ എത്ര ഇലക്ട്രോണിനെയാണ് മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുക എന്നൊക്കെ നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് നമുക്കറിയാം, നമുക്കൊരു എലമെൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് അറ്റോമിക് നമ്പറും മാസ് നമ്പറൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഏതാണ് അറ്റോമിക് നമ്പർ, ഏതാണ് മാസ് നമ്പർ എന്നൊക്കെ നമുക്കറിയണം. ഓക്കെ, അപ്പോൾ എപ്പോഴും എൻ എ എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഇവിടെ ഒരു എലമെൻറ്റ്. എൻ എ മീൻസ് സോഡിയം. ഓക്കെ, സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ താഴെ കിടക്കുന്നതാണ് അറ്റോമിക് നമ്പർ. ഓക്കെ, ഈ മുകളിൽ കിടക്കുന്ന ആളാണ് മാസ് നമ്പർ അല്ലേ. മുകളിൽ മാസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഹൈ ആണല്ലോ അല്ലേ. അപ്പോൾ മുകളിൽ കിടക്കുന്ന ആളാണ് മാസ് നമ്പർ, താഴെ കിടക്കുന്ന ആളാണ് അറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പോൾ ഈ മുകളിൽ കിടക്കുന്ന ആൾ, താഴെ കിടക്കുന്ന ആളൊക്കെ നമ്മൾ പരിചയപ്പെടാൻ പോകണം അല്ലേ. അപ്പോൾ ഇങ്ങനെയൊന്നും നമുക്ക് തന്നിട്ടില്ല എങ്കിൽ നമുക്കിങ്ങനെ കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. എന്താണ് അറ്റോമിക് നമ്പർ? ഒരു അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എലമെൻറ്റിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ തന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് എന്ത്, അറ്റോമിക് നമ്പർ. ഓക്കെ, ഒന്നുകിൽ പ്രോട്ടോണിൻ്റെ എണ്ണമാവാം അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണമാവാം. ഇനി മാസ് നമ്പർ എന്ന് പറഞ്ഞാലോ, ഒന്നുകിൽ നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. നമ്മൾ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണും ന്യൂട്രോണും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാസ് നമ്പർ കിട്ടും. ദെൻ അതല്ല എങ്കിൽ അറ്റോമിക് നമ്പറിൻ്റെ കൂടെ നമ്മൾ ന്യൂട്രോണിനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാസ് നമ്പർ കിട്ടും. ഓക്കെ, ഇനി എന്താണ് ന്യൂട്രോൺ? നമ്മളൊരു എലമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം അല്ലേ. നമ്പർ ഓഫ് ന്യൂട്രോൺ എത്രയായിരിക്കും, അതെങ്ങനെ മനസ്സിലാക്കുക? നമ്മുടെ മാസ് നമ്പറിൽ നിന്ന് എന്താണ് നമ്പർ ഓഫ് പ്രോട്ടോൺ കുറച്ച് കഴിഞ്ഞാൽ, മാസ് നമ്പറിൽ നിന്ന് ഒന്നുകിൽ പ്രോട്ടോണിൻ്റെ എണ്ണം കുറയ്ക്കുക, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ കുറയ്ക്കുക, അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം കുറയ്ക്കുക. ഇത് 3 ചെയ്താലും നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. ഓക്കെ, നമുക്ക് നോക്കിക്കളയാം. ഇവിടെ അറ്റോമിക് നമ്പർ എത്രയാ? അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിൽ അറ്റോമിക് നമ്പറിനെ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഇസഡ് എന്നായിരിക്കും. അറ്റോമിക് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇസഡ് എന്നായിരിക്കും. അതേപോലെ തന്നെ മാസ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ എന്നായിരിക്കും. ഓക്കെ, അറ്റോമിക് നമ്പറിനെ ഇസഡ് എന്നും മാസ് നമ്പറിനെ എ എന്നുമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 11 അല്ലേ. ഇനി മാസ് നമ്പർ എന്ന് പറയുന്നതോ ദാറ്റ് ഈസ് 23. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറ്റോമിക് നമ്പർ കിട്ടി, മാസ് നമ്പർ കിട്ടി അല്ലേ. അപ്പോൾ അറ്റോമിക് നമ്പർ തന്നെയാണ് നമുക്കറിയാം എന്ത്, അറ്റോമിക് നമ്പർ തന്നെയാണ് ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആൻസർ പറയണം. അറ്റോമിക് നമ്പർ 11ആണ്, അറ്റോമിക് നമ്പർ 11ആണ്, അതേപോലെ മാസ് നമ്പർ 23ആണ്. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് നമ്പർ തന്നെയായിരിക്കും എന്ത്, നമ്മുടെ ഇലക്ട്രോൺ എന്ന് പറയുന്നതും 11ആണ്. ഓക്കെ, നമ്മുടെ പ്രോട്ടോൺ എന്ന് പറയുന്നതും 11ആണ്. നമ്മുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നതും, അതായത് ഇസഡ് എന്ന് പറയുന്നതും ദാറ്റ് ഈസ് സെയിം 11. ഓക്കെ, ഇനി മാസ് നമ്പർ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. മാസ് നമ്പർ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് മാസ് നമ്പറാണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് 23 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ന്യൂട്രോൺ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറയ്ക്കുക, അതായത് ഇസഡ് മൈനസ് എ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? ദാറ്റ് ഈസ് 23 മൈനസ് 11 ഇസ് ഈക്വൽ ടു 12. ഓക്കെ, അപ്പോൾ ന്യൂട്രോൺ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായല്ലോ. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുക, മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോൺ കുറയ്ക്കുക, മാസ് നമ്പറിൽ നിന്ന് ഇലക്ട്രോണിനെ കുറയ്ക്കുക. എങ്ങനെ ചെയ്താലും നമുക്ക് ആര് കിട്ടും? നമ്മുടെ ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ടേബിൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ ഓക്കെ ദെൻ നമ്മൾ നേരത്തെ കുറച്ച് ഷെല്ലിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? കെ ഷെല്ല്, എം ഷെല്ല്, എൽ ഷെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ നമ്മുടെ ഫസ്റ്റ് ഷെല്ലിനാണ് നമ്മൾ കെ ഷെല്ല് എന്ന് പേര് കൊടുക്കുക. സെക്കൻഡ് ഷെല്ലിനാണ് എല്ല്, തേർഡ് ഷെല്ല് എം, ഫോർത്ത് ഷെല്ല് എൻ. ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഷെല്ലിലെ ഓരോ ഷെല്ലിലും നമുക്ക് മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയണം. അതിനാണ് ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുള്ളത്. 2 × n². അതാണ് നമ്മുടെ മാക്സിമം ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളിക്കാവുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം. 2 × n². ഓക്കെ അപ്പോൾ 2 × n² എന്ന് പറയുമ്പോൾ 2 × n² ആണ് കേട്ടോ. സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓക്കെ ഞാനത് എവിടെ എഴുതിക്കോളാം. 2 × n² ആണ്. ഓക്കെ അപ്പോൾ നമുക്കറിയാം നമ്മുടെ കെ ഷെല്ലിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഷെല്ലാണ് കെ ഷെല്ല്. അപ്പോൾ അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് 2 × 1² = 1 = 2. ഇനി 2 × 2² എത്ര വരും? 2² എന്ന് പറയുമ്പോൾ 4 വരും. 4 × 2 8 അല്ലേ? ഇനി 3² ആണെങ്കിൽ എങ്ങനെ വരും? 2 × 3², 3 × 3 9, 9 × 2 18 അല്ലേ? എത്ര വരും? 18 വരും. ദെൻ അടുത്ത എന്താ? 4² ആണ്. നാലാമത്തെ ഷെല്ലാണ് എൻ. അപ്പോൾ എങ്ങനെ വരും? 2 × 4², 4 × സ്ക്വയർ. ഓക്കെ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യാം. 4 × സ്ക്വയർ എത്ര വരും? 4 × 4 16, 16 × 2 32. ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഓരോന്നിൻ്റെയും എണ്ണം വരിക. ഓരോ ഷെല്ലിലും മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നോർമലി ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഹയർ എനർജി ഓർബിറ്റ് വിൽ ടേക്ക് പ്ലേസ് ഓൺലി ആഫ്റ്റർ ദ ലോവർ എനർജി ഓർബിറ്റ് ആർ ഫിൽഡ്. അതായത് പൊതുവെ താഴ്ന്ന ആ ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി നിറഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അടുത്ത ഓർബിറ്റിലേക്ക് പോവുള്ളൂ. ഓക്കെ അപ്പോൾ ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 8 ആയിരിക്കും അല്ലേ? അപ്പോൾ മാക്സിമം 8 ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്? ബാക്കി നമ്മൾ അടുത്ത ഷെല്ലിലേക്കായിരിക്കും പോവുക. ഓക്കെ അപ്പോൾ ഈ 2 × n² എന്ന തരത്തിലാണ് നമ്മൾ ഷെല്ലുകളിലേക്ക് ഇലക്ട്രോണുകളെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ പഠിക്കാൻ വന്നത് ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ്. ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അല്ലേ? അത് ഒരു ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്കറിയാം ഇവിടെ 18 പ്രോട്ടോണും 22 ന്യൂട്രോണും ആണ് ഇവിടെ ഉള്ളത് എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ 18 പ്രോട്ടോണും 22 ന്യൂട്രോണും ആണെങ്കിൽ അവിടെ മാസ് നമ്പർ, അറ്റോമിക് നമ്പറൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നോക്കാം അറ്റോമിക് നമ്പറും മാസ് നമ്പറും എങ്ങനെയാണ് കാണുക? നമുക്കറിയാം അറ്റോമിക് നമ്പർ ദാറ്റ് ഈസ് Z എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു